നമസ്കാരം. ഇന്ന് ഒരു വിശേഷപ്പെട്ട ടിപ്സാണ് തരാൻ പോകുന്നത്. അതായത് ദൃഷ്ടിദോഷം, അതേപോലെ തന്നെ വിളിദോഷം, അല്ലെങ്കിൽ ചില ആൾക്കാർ നമ്മളെ കാണാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥത, ഇതൊക്കെ എല്ലാവർക്കും ബാധിക്കുന്നൊരു കാര്യമാണ്. ചില ആൾക്കാരുടെ കണ്ണിന് തന്നെ അത്രയും പവറാണ്. കാരണം ചില നമ്മുടെ വീട്ടിലൊരു ചെടി നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്നൊന്ന് നോക്കിയിട്ട് പോയാൽ ആ ചെടി അടുത്ത ദിവസം പെട്ടു. അപ്പം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നമ്മളെ ബാധിക്കാറുണ്ട്. അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, അതിൻ്റെ റെമഡി എന്താണെന്നുള്ള കാര്യമാണ് ഇന്നത്തെ ടിപ്സിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമുടെ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷു ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും. ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അങ്ങനെ ചെറിയൊരു ഫീസുണ്ട്, അതടച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ കൺസൾട്ടിങ് നമുക്ക് ചെയ്യാം. അപ്പോൾ വിഷയത്തോട്ട് കിടക്കാം. ഈ ദൃഷ്ടിദോഷവും അതേപോലെ തന്നെ വിളിദോഷം ഒക്കെ നമ്മളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? എല്ലാവരുടെയും ശരീരത്തിന് ചുറ്റും ഒരു പ്രകാശവലയുണ്ട്, ഓറ എന്നാണ് അതിനെ പറയുന്നത്. ആ ഓറയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ഓറയിൽ ഉണ്ടാകുന്ന ആ ഒരു ബ്രേക്കിംഗ് ഒക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിക്കുന്നത്. നമ്മുടെ ഓറയും മറ്റുള്ള ആൾക്കാരുടെ ഓറയും, അത് നമ്മൾ ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഓറയും തമ്മിൽ കണക്റ്റഡാണ്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ചില ആൾക്കാരുടെ ഓറയും നമ്മുടെ ഓറയും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എനർജൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനവും ആ ഒരു ഐതറിക് കോഡ് വഴി ലോസ് ആയിക്കൊണ്ടിരിക്കും. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം അതാണ് നമ്മൾ കോഡ് കട്ടിങ് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ, കോഡ് കട്ടിങ് എന്ന് പറയുമ്പോൾ പൗർണമിയുടെ അന്നാണ് കോഡ് കട്ടിങ് പഠിപ്പിക്കുന്നത്. അന്നത്തെ ദിവസം രാത്രി, അതായത് ചന്ദ്രൻ്റെ ഉച്ച സ്ഥിതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളത് കട്ട് ചെയ്ത് മാറ്റി എടുക്കുകയാണ്, മാറ്റി അഗ്നിഹോത്രത്തിലോട്ട്. അപ്പം ഇങ്ങനെയുള്ള നമ്മുടെ ഓറയിൽ നിന്ന് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ ദൃഷ്ടിദോഷം ബാധിക്കുന്നതും, ഈ പറയുന്ന വിളിദോഷം ബാധിക്കുന്നതും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആഭിചാര ദോഷങ്ങളൊക്കെ നമുക്കെതിരെ ചെയ്താൽ നമ്മളെ ബാധിക്കുന്നതൊക്കെ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ഓറയിലാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഓറ സ്ട്രോങ് ആയിരിക്കണം. ഓറ ക്ലൻസ് ചെയ്ത് അത് ഉപയോഗിക്കണം. അതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ചാൽ മെഡിറ്റേഷനിലൂടെയൊക്കെ നമ്മുടെ ഓറയെ ക്ലൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ത്രാടകത്തിലൂടെ, ഇപ്പം പൗർണമിയുടെ അന്ന് ചന്ദ്രത്രാടകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓറയെ നല്ല ബലവത്താക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ അമാവാസിയുടെ അന്ന് നമ്മൾ ഉഴിഞ്ഞിട്ട് കഴിഞ്ഞാലും നമ്മുടെ ഓറയെ സ്ട്രോങ് ആക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഓറ നമ്മളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. അപ്പം നമ്മുടെ ഓറ സ്ട്രോങ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കൊണ്ടുപോകണം. എന്നാൽ നമ്മുടെ ഓറ സ്ട്രോങ് ആകും. അപ്പം അതാദ്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഓറ എപ്പോഴും സ്ട്രോങ് ആക്കി നിർത്തുക. രണ്ടാമത്, നമുക്കിങ്ങനെയുള്ള വിളിദോഷങ്ങളൊക്കെ ഇപ്പം എന്താ പറയുക, ഒരാൾ വന്നിങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ ആഭിചാരക്രിയ നമുക്കെതിരെ ചെയ്യുന്നു, ഇങ്ങനെയുള്ള ക്രിയകൾ നമുക്കെതിരെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എളുപ്പം മാറ്റുവാൻ പറ്റുന്ന ഒരു രീതിയാണ് ഒരു ചെറുനാരങ്ങ ഉപയോഗിച്ചാൽ മാത്രം മതി. ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് 21 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മുടെ ഓറയിൽ ഒഴിഞ്ഞെടുക്കുക. ശ്രദ്ധിക്കുക, ഒരു ചെറുനാരങ്ങ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ചെറുനാരങ്ങയിൽ കേടുപാടുകളൊന്നും വരാത്ത ചെറുനാരങ്ങയാണ് വേണ്ടത്. നല്ല പഴുത്ത ചെറുനാരങ്ങ എടുക്കുക. അപ്പോൾ വലിപ്പമുള്ളതായിരുന്നാലും പ്രശ്നമില്ല. അതിൽ നമ്മുടെ ക്ലോക്ക് വൈസിലല്ല ചുറ്റേണ്ടത്, ആൻറ്റി ക്ലോക്ക് വൈസിൽ 21 പ്രാവശ്യം തല മുതൽ പാദം വരെ ഒഴിഞ്ഞെടുക്കുക. അപ്പം നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ 21 പ്രാവശ്യം ഇത് സ്വന്തമായിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. എപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ആൻറ്റി ക്ലോക്ക് വൈസിൽ 21 പ്രാവശ്യം ഒഴിഞ്ഞെടുക്കാം. ഒരു നല്ല ഒരു ചില്ല് ഗ്ലാസ്സിനകത്ത് വെള്ളം, ഒരു 1/4 ഭാഗം വെള്ളം നിറച്ചിട്ട് ആ ഗ്ലാസ്സിനകത്ത് അങ്ങിടുക. ശ്രദ്ധിക്കുക, ചില്ല് ഗ്ലാസ്സിൽ എല്ലായിടത്തും നാരങ്ങയിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്ത കർമ്മം അല്ലാതെ അത് നമുക്ക് ദൃഷ്ടിദോഷം നമ്മളെ സ്ഥാപനത്തെയോ വീട്ടിലേക്ക് ബാധിക്കാതിരിക്കാൻ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ചില്ല് ഗ്ലാസ്സിൽ നമ്മൾ ഇത് നാരങ്ങയിട്ട് വെക്കുന്നത്. ഇതെന്തെന്നറിയാം, നമ്മുടെ ബാധിച്ചിട്ടുള്ള ആ ദോഷം നമ്മുടേത് മാറിയെന്ന് നമുക്ക് തിരിച്ചറിയണ്ടേ. അപ്പം ഈ 21 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുക. ഈ ഗ്ലാസ്സിനകത്ത് ഇട്ടിട്ട് നമുക്ക് മാറ്റി ശുദ്ധിയായിട്ടുള്ള എവിടെയെങ്കിലും എടുത്ത് മാറ്റിയെന്ന് വെച്ചയക്കാം. പൂജാമുറിക്കകത്തൊന്നും കൊണ്ട് വെച്ചേക്കല്ലേ, നമ്മുടെ നെഗറ്റീവ് ഒഴിഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് പൂജാമുറിയിലൊന്നും കൊണ്ട് കയറ്റണ്ട, വേറെ എവിടെയെങ്കിലും ഇടത്തോട്ടൊക്കെ മാറ്റി വെച്ചേക്കാം. മിനിമം ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് ശ്രദ്ധിക്കാം. ആ നാരങ്ങ ചുളുങ്ങിപ്പോയി, അത് മീൻസ് അഴുകി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോഷം മാറിയിട്ടുണ്ട് എന്ന് കാര്യം. ആ നാരങ്ങ അഴുകിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ദൃഷ്ടിദോഷം നമ്മളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു, ആ ദോഷം നമ്മൾ ഒഴിഞ്ഞെടുത്തപ്പോൾ ആ ദോഷം മാറി എന്ന് നമ്മൾ സങ്കല്പിക്കും. 3 ദിവസം കഴിയുമ്പോൾ ആ നാരങ്ങ അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്ക് ആ ദോഷം മാറിയിട്ടില്ല, വേറൊരു നാരങ്ങ, ആ നാരങ്ങയല്ല വേറൊരു നാരങ്ങ ഇതേപോലെ ചെയ്ത് വീണ്ടും ഈ പറഞ്ഞ ഗ്ലാസ്സിലിട്ടിട്ട് നമുക്ക് സേഫായിട്ട് എവിടെയെങ്കിലും മാറ്റി വയ്ക്കാം. ഇത് ബെഡ്റൂമിലൊന്നും കൊണ്ട് വയ്ക്കണ്ട,
നമുക്ക് ഏതെങ്കിലും ഷെൽഫിലോ എവിടെയെങ്കിലും മാറ്റി അങ്ങ് വെച്ചാൽ മതി. പൂജാമുറിക്കകത്തും ബെഡ്റൂമിലൊന്നും ഈ നമ്മൾ ഒഴിഞ്ഞ നാരങ്ങ ഇട്ട ആ വെള്ളം കൊണ്ട് വയ്ക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഈ രീതിയിൽ നമ്മളൊന്ന് ചെയ്തു നോക്കി. നാരങ്ങ എന്ന് പറയുന്ന സാധനം ഭയങ്കര പവർഫുള്ളാണ്. ദേവിയുടെ ചൈതന്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സാധനമാണ് നാരങ്ങ. അപ്പം ദേവിക്കൊക്കെ നമ്മൾ നാരങ്ങമാലയൊക്കെ കൊടുക്കുമല്ലോ, എല്ലാവർക്കും കൊടുക്കുന്ന നാരങ്ങമാല, അത്രയും പവർഫുള്ളാണ് നാരങ്ങ. അപ്പോൾ ഈ നാരങ്ങ കൊണ്ട് തന്നെ നമ്മൾ വേറെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഗ്ലാസ്സിനകത്ത് നാരങ്ങ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ദൃഷ്ടിദോഷം മാറും. നമ്മുടെ സ്ഥാപനത്തിലോട്ടോ വീട്ടിലോട്ടൊക്കെ വരുന്ന ദൃഷ്ടിദോഷം മാറിക്കിട്ടും. അതേപോലെ തന്നെ നാരങ്ങ രണ്ടായിട്ട് പിളർന്നിട്ട് അതിനകത്ത് കുങ്കുമം അതേപോലെ മഞ്ഞളൊക്കെ തൊട്ട് വാതിൽപ്പടിയുടെ 2 സൈഡ് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് വരുന്ന നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ചെയ്യാതെ പറ്റും. ഒത്തിരി കാര്യങ്ങൾ ഈ നാരങ്ങ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഈ ഒരു കാര്യമാണ് വളരെ പവർഫുള്ളായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. നമ്മളിൽ ബാധിച്ചിട്ടുള്ള ദൃഷ്ടിദോഷമോ വെളിദോഷമോ അങ്ങനെ എന്തെങ്കിലും ദോഷം നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കെതിരെ ആരെങ്കിലും ആഭിചാര ക്രിയകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആഭിചാരം എന്ന് പറയുന്നത് വലിയ കാശൊന്നും കൊടുക്കേണ്ടതില്ല, ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഓരോരുത്തർക്കെതിരെ. അപ്പോൾ അത് മാറ്റാനാണ് പാട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ദോഷങ്ങൾ നമ്മൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാരങ്ങ എടുക്കുക, ആൻറ്റി ക്ലോക്ക് വൈസിൽ 21 പ്രാവശ്യം ഒഴിയുക, ഒരു ചില്ല് ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക, വെള്ളത്തിനകത്തിട്ട് വയ്ക്കുക, സേഫായിട്ട് എവിടെയെങ്കിലും വെച്ച് മാറ്റി വയ്ക്കുക. 3 ദിവസം കഴിഞ്ഞിട്ട് അതിനകത്ത് നോക്കൂ, ആ നാരങ്ങ ചുരുങ്ങി പോയിട്ടുണ്ടെങ്കിൽ, അഴുകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൃഷ്ടിദോഷം മാറി നിസ്സാരം. ഇല്ല, നാരങ്ങ അഴുകിയില്ലെങ്കിൽ നമ്മൾ മാറിയിട്ടില്ല, വീണ്ടും ഒന്നും കൂടെ നമ്മൾ ഓറയിൽ ചുറ്റി വയ്ക്കാം. ആഭിചാര ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാരങ്ങ അഴുകാൻ പാടായിരിക്കും. അങ്ങനെ ആഭിചാരക്രിയകൾ എങ്ങനെയൊക്കെ ഏത് ക്രിയയാണ് ചെയ്തിട്ട് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രത്തോളം അതിന് ഒരു കാഠിന്യമുണ്ടോ ആ കാഠിന്യത്തെ നമ്മൾ ഇതുപോലെ ക്ലൻസ് നമുക്ക് മാറ്റിയാലേ പറ്റുള്ളൂ. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള അമാവാസിയുടെ അന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉപ്പും വറ്റൽമുളകും കടുകും കൂടെ ഒഴിഞ്ഞിട്ട് അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ 3 പ്രാവശ്യം ഒഴിയുക, ക്ലോക്ക് വൈസിൽ 9 പ്രാവശ്യം ഒഴിയുക. എന്നതിന് ശേഷം വീടിൻ്റെ തെക്ക് ഭാഗത്ത് തീ ഉണ്ടാക്കിയിട്ട് അതിനകത്തിട്ട് കത്തിക്കുക. അതും നമ്മുടെ ഓറ ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഇതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മളത് ചെയ്ത് നോക്കും. കാരണം ദൃഷ്ടിദോഷമൊക്കെ ബാധിച്ചിട്ട് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്? നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ബിസിനസ് പെട്ടെന്ന് ഡിമ്മാവും അല്ലേ, നല്ല വർക്കൊന്നും നടക്കാതിരിക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് എപ്പോഴും നമ്മൾ നല്ല ഫ്രഷ് മൈൻഡോട് കൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഒരു മോശം ഒരു അലസതയും മടിയൊക്കെ നമുക്ക് ഉണ്ടായിട്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വിചാരിച്ചോളൂ നമുക്ക് ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുണ്ട്. അപ്പം അതിനെ നമുക്ക് എപ്പോഴും മാറ്റിയെടുക്കുക. എപ്പോഴും നമ്മൾ ഈ നാരങ്ങയൊക്കെ ഒന്ന് മാസത്തിലൊരിക്കലെങ്കിലും നമ്മളത് ഒഴിഞ്ഞ് ഈ രീതിയിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പം ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ നിന്ന് വിളിച്ചോളൂ. അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. പൊക്കളയിലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, മണി ബട്ടൺ കൂടെ പ്രസ് ചെയ്തോളൂ. ഓക്കെ, നന്ദി, നമസ്കാരം.